വിനയമോളുടെ ഗ്രാജുവേഷൻ ഡേ എന്ന് പറഞ്ഞാൽ നല്ല രസമായിരുന്നു. എല്ലാവരും നല്ല വയലറ്റ് കളർ ആ ഒരു കോട്ടും ആ ഒരു തൊപ്പിയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ നടന്ന് വരുന്നത് കാണാൻ നല്ല രസമുണ്ടായിരുന്നു. എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട്. അച്ഛത എത്തി, അമ്മ എത്തി, കുട്ടി എത്തി, എല്ലാവരും എത്തി. എത്ര മുദ്ര? നല്ല രസമുണ്ട് കേട്ടോ. ബാബു എത്ര മുദ്ര അവിടെ കയ്യില്? 1 2 3 ഉണ്ടായിരുന്നല്ലോ. നോക്കൂ 3 ഉള്ളൂ. ഈ ടൈം ഉണ്ടല്ലോ കേട്ടോ. അപ്പൊ കൂടുതലല്ലേ ഓവർടേക്ക് ചെയ്തു. ഗുഡ് മോർണിംഗ് ഗൈസ്, വെൽക്കം ടു അവർ ന്യൂ വ്ളോഗ്. ഇപ്പോൾ വാവക്കുട്ടിയും മുത്തച്ഛനും അമ്മമ്മയും എല്ലാവരും കൂടി സ്കൂളിലേക്ക് പോയിട്ടുണ്ട്. ഞങ്ങളിപ്പോൾ ഇതാ ഒരുങ്ങി കെട്ടിയിട്ട് പോകാൻ നിൽക്കുകയാണ്. ഭക്ഷണം കഴിക്കൽ, കുടിക്കൽ പരിപാടി, ബ്രേക്ക്ഫാസ്റ്റ് എല്ലാ പരിപാടിയും കഴിഞ്ഞിരിക്കുകയാണ്. ഇതോ അമ്മു ഇതാ റെഡി ആയിട്ടിരിക്കുകയാണ്. നേരം വഴുകി, അതിൻ്റെ ഒരു ചൂടിലാണ് ഇപ്പോൾ എല്ലാവരും ഇരിക്കുന്നത്. ഈ ബാഗ് ഒന്ന് മാറ്റി തന്നാൽ എനിക്ക് പെട്ടെന്ന് ഷൂ ഇടാം. ഇറങ്ങുകയെ ഞങ്ങൾ പരിപാടി കഴിഞ്ഞു. ഈ ഷൂ ഇടുക, ഇറങ്ങുക, അത്രയേ ഉള്ളൂ പരിപാടി. 8 മണി 8:30 ആകുമ്പോഴേക്ക് സ്കൂളിലേക്ക് എത്തണം എന്ന് പറഞ്ഞതാണ്. ഇപ്പം തന്നെ ഏകദേശം 8:30 ആയി. ഇനി എങ്ങനെ സ്കൂളിലേക്ക് എത്തണം? അതുകൊണ്ട് കുട്ടീനെ അമ്മമ്മയുടെയും മുത്തച്ഛൻ്റെയും കൂടെ ഓട്ടോറിക്ഷയിൽ പറഞ്ഞയച്ചു. ഞങ്ങളിനി ബൈക്കിലാണ് പോകാൻ പോണത്. ഞങ്ങളിത് ഇറങ്ങാൻ പോവാണ്. റിസപ്ഷനിൽ ഇയാളാ അടിപൊളി. അപ്പം എന്തായാലും വൈകും. ഇയാൾ 8 മണിക്ക് റെഡി ആയിട്ട് താഴെ എത്തിയിട്ടുണ്ടേ. ഞാനാണ് വൈകിച്ചത്. എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട്. അച്ഛത എത്തി, അമ്മ എത്തി, കുട്ടി എത്തി, എല്ലാവരും എത്തി. Today is a truly special, heartwarming occasion as we gather to celebrate the kindergarten graduation day of our tiny stars. വിനയമോളുടെ ഗ്രാജുവേഷൻ ഡേ എന്ന് പറഞ്ഞാൽ നല്ല രസമായിരുന്നു. എല്ലാവരും നല്ല വയലറ്റ് കളർ ആ ഒരു കോട്ടും ആ ഒരു തൊപ്പിയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ നടന്ന് വരുന്നത് കാണാൻ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ കുട്ടികളുടെ കലാപരിപാടികൾ, ഡാൻസ്, പാട്ട്, കഥ പറച്ചിൽ, അങ്ങനെ പല 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 പരിപാടികളുണ്ടായിരുന്നു. എല്ലാം കൂടി ഞാനിവിടെ ആഡ് ചെയ്യുന്നില്ല, വീഡിയോൻ്റെ ലെങ്ത് അങ്ങ് കൂടി പോകും. ഇപ്പം അത് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ ഏകദേശം 1 മണിക്കൂറിൻ്റെ മുകളിലുണ്ട് കണ്ടൻറ്റ്. അപ്പം ഇനി വെട്ടി ചുരുക്കി 10 മിനിറ്റിൻ്റെ ഉള്ളിലേക്ക് ഞാനിത് ഒതുക്കണം. അപ്പോൾ മാക്സിമം ചുരുക്കിയിട്ട് ഞാൻ കാണിക്കാം. ആകെ മൊത്തത്തിലൊരു ജഗ പോകുകയായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. ഞാനിതുപോലെ ഒരു കോൺവക്കേഷൻ എൻ്റെ ലൈഫിൽ ഇതുവരെ പങ്കെടുത്തിട്ടില്ല. പങ്കെടുത്തത് തന്നെ എന്താ പറയുക, നമ്മുടെ കുട്ടിയുടെ കോൺവക്കേഷനാണ്. അതിൻ്റെ ഒരു സന്തോഷം. നല്ല രസമുണ്ട് പരിപാടി. അങ്ങനെ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഞങ്ങളിതാ ഇവിടുന്ന് പോകാൻ പോവാണ് കുട്ടീനെയും കൂട്ടിയിട്ട്. എല്ലാവരും ഇതാ ഒഴിഞ്ഞൊഴിഞ്ഞ് പോവാണ്. സീറ്റൊക്കെ ഒഴിഞ്ഞു തുടങ്ങി. അവിടെ ക്ലാസ്സിലാ? എന്താ പേര് അവിടെ? എന്താ പേര്?
പേരെന്താ? ആ കുട്ടികളുടെ പേരെന്താ? ശിവാനിയാ? ആര് ശിവാനി ഇതില്? അതാ ആ കുട്ടിയോ? ആ കുട്ടിയുടെ പേര് ഇതാണ് വാവയുടെ UKG ക്ലാസ്സിലെ. ഈ ക്ലാസ്സിനോട് ടാറ്റ പറഞ്ഞിട്ട് ഫസ്റ്റ് സ്റ്റാൻഡേർഡ് പോകൂലേ? എന്നിട്ട് ഇവിടെ ഇങ്ങനെയല്ല, ഇങ്ങനെയാ എല്ലാം റബ്ബ് ചെയ്തിട്ട് ഇവിടെ വേണ്ടി എഴുതി കൊടുത്തിട്ട് കൊണ്ടുവന്നിരിക്കും. അവിടെ പോകാൻ പറഞ്ഞു ഹിന്ദി മിസ്. അതെന്താ? ആ മിസ് ഹിന്ദി മിസ് അവർ മകൻ്റെ കല്യാണമാണ് ഏപ്രിൽ മാസം. അതുകൊണ്ട് ഏപ്രിലിൽ മാത്രമേ ലീവ് ചോദിച്ചിട്ടുള്ളൂ. അപ്പോൾ അവർ പറഞ്ഞു ഇത്ര ജൂൺ മാസം നിങ്ങൾ വേറെ എവിടെയെങ്കിലും ട്രൈ ചെയ്തോളൂ, ജൂൺ മാസം ഞങ്ങൾ വിളിച്ചാൽ നിങ്ങൾ വന്നാൽ മതി. അപ്പോൾ ഇവർ വീട്ടിൽ പോയി പറഞ്ഞു ഇത്ര. മകൻ പറഞ്ഞു വേണ്ട, പിന്നെ മതിപ്പുണ്ടാവില്ല, അതുകൊണ്ട് പോകണ്ടെന്ന് പറഞ്ഞു. ഇപ്പോൾ നാളെ മൺഡേ മാത്രം ഒരു ദിവസം വരും. നല്ല മിസ്സാണ്, ഏത് നേരം പ്ലസൻറ്റ് ചിരി, നല്ല ഒരു ഇതാണ്, ഭയങ്കര മിസ് ചെയ്യും. ഞങ്ങള് സ്കൂളത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു പോരുന്ന വഴിക്ക് ഞങ്ങള് ഒരു ഹോട്ടലിൽ കയറി. ക്രസന്റ് എന്ന് പറയുന്ന ഹോട്ടലാണ്. നിങ്ങൾക്ക് നാട്ടിൽ പരിചയം ഉണ്ടായിരിക്കും, നാട്ടിലും ഉണ്ടായിരിക്കും, കേരളത്തിലും ഉണ്ടായിരിക്കും. ഇവിടെ ചെന്നൈയിലുണ്ട്, അവിടെ ഇവിടെ ഒക്കെ ആയിട്ട്. ഇപ്പം അവരുടെ പുതിയൊരു ബ്രാഞ്ച് ഇവിടെ ആവടിയിൽ സ്റ്റാർട്ട് ചെയ്തതാണ്, ഒരു വർഷമായിട്ടുള്ളൂ. സ്റ്റാർട്ടിങ്ങിലൊക്കെ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ഭയങ്കര ടേസ്റ്റാണ്. എല്ലാ ഫുഡിനും നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ട്. മുമ്പത്തൊക്കെ അത്ര പോരായിരുന്നു. ഞങ്ങൾ ആദ്യം സ്റ്റാർട്ട് ചെയ്ത സമയത്ത് അത്ര ഇമ്പ്രസീവ് ആയിരുന്നില്ല. അപ്പം ഇപ്പോൾ എല്ലാ ഫുഡിനും നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല ഹാപ്പി ആയിട്ട് ഞങ്ങൾ കഴിച്ചു. ഇപ്പോൾ അവിടുന്ന് പാവക്കുട്ടിക്ക് ബിരിയാണി മേടിച്ചു, ബാക്കിയുള്ളവർക്കെല്ലാം മീൽസ് കാര്യങ്ങളായിരുന്നു. ഞങ്ങളിതാ ഫുഡൊക്കെ കഴിച്ചപ്പോൾ വീട്ടിലേക്ക് പോകാൻ പോവാണ്. നല്ല പൊരി വെയിലാ. 2 മണിയായപ്പോഴേക്ക് ഇതാ എല്ലാവരും വീട്ടിലേക്ക് എത്തി. അമ്മ കഴിച്ചോ? എല്ലാവരും കഴിച്ചു. പാവക്കുട്ടി മുഴുവൻ ബിരിയാണി കഴിച്ചില്ല. പക്ഷെ ഫുഡ് നല്ല അടിപൊളി ഫുഡായിരുന്നു അല്ല? സൂപ്പറായിരുന്നു അല്ലേ? നല്ല സൂപ്പർ ആയിരുന്നില്ലേ ഫുഡ്? ഫുഡ് ഭയങ്കര ഇഷ്ടമായി. നമ്മളന്ന് പോയപ്പോൾ അത്ര ആയില്ല, പക്ഷെ ഇത് സൂപ്പറായി. ഞങ്ങളൊരു 6-7 മാസം മുമ്പ് കയറിയായിരുന്നു അവിടെ. അപ്പം അത്രത്തോളം നല്ലൊരു ഫുഡായിരുന്നില്ല, ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ പോയപ്പോൾ നല്ല കിടിലൻ ഫുഡാണ്, നല്ല ടേസ്റ്റ്, നല്ല രസമുണ്ടായിരുന്നു. അമ്മ, കുട്ടി, അച്ഛൻ, അമ്മ എല്ലാവരും കൂടി റിസപ്ഷന് പോവുകയാണ്. അതായത് നാളെയാണ് പ്രോഗ്രാം. അപ്പോൾ അവർ മിക്കവാറും ഇന്ന് തന്നെ അങ്ങോട്ട് പോവും. ഞാൻ പിന്നെ നാളെ പോവുള്ളൂ. ഇവിടെ അമ്മ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. ഒറ്റയ്ക്ക് അമ്മേനെ ഇവിടെ ഇട്ടിട്ട് പോക്ക് നടക്കില്ലല്ലോ, രാത്രിയല്ലേ. അപ്പോൾ ഞാൻ നാളെ രാവിലെ അങ്ങോട്ട് പോകും നേരിട്ടിട്ട്. അപ്പോൾ നാളത്തെ വ്ളോഗ് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. റിസപ്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടൻറ്റ് കാര്യങ്ങളൊക്കെ ആയിരിക്കും ഉണ്ടാവുക. നല്ല രസമായിരിക്കുന്നു പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുകൊണ്ടു. നാളത്തെ വ്ളോഗ് മറക്കാതെ കാണണം. എത്ര മുദ്ര? നല്ല രസമുണ്ട് കേട്ടോ. ബാബു എത്ര മുദ്ര അവിടെ കയ്യില്? 1 2 3 ഉണ്ടായിരുന്നല്ലോ. അവിടെ എക്സാം കഴിഞ്ഞിട്ട് ഇതൊക്കെ ഒന്നുകൂടി ഇട്ട് തരാം കേട്ടോ. ഓക്കെ 1 ലെറ്റർ അല്ലേ നോക്കാമോ? 1 2 3 4. അമ്മമ്മക്ക് 3 ഉള്ളൂ. നോക്കൂ 3 ഉള്ളൂ. ഈ ഗെയിം 2. ഈ ഗെയിം ഉണ്ടല്ലോ കേട്ടോ. അപ്പൊ കൂടുതലല്ലേ ഓവർടേക്ക് ചെയ്തു. 5 ആയി. അതവിടെ ഇന്നോട്ടെ. ഇത് മാറ്റണുണ്ടോ? അതവിടെ കയ്യെടുത്താ അന്ന് തുടച്ചു കൊടുക്കൊണ്ടു കേട്ടോ. അവിടെ എന്തൊക്കെ കളർ പോലെ ഇരിക്കുന്നുണ്ട്, പച്ച കളർ പോലെ. ഉണ്ണി കുളിപ്പിക്കേണ്ട കമ്മലിന്റെ ഉള്ളില് കുളിപ്പിക്കേണ്ടതൊന്നും പറയണ്ട, രാവിലെ കുളിപ്പിക്കില്ല. ഞാൻ വൈകുന്നേരം വന്നിട്ടേ കുളിപ്പിക്കാം. എന്നെ പാക്കരേ പാത്തിയാ എന്നെ ഓട്ടതാ ഇത് മീറ്റ. ഇങ്ങേ വാ മകളെ. മകളാണോ? മകനാണ്. മകളാണോ മകനാണോ? ലുക്കൊക്കെ കണ്ടിട്ട് ഇപ്പൊ മകനാണ്, ചെക്കനാണ്. മകളാണോ മകളാണോ? നല്ല രസമുണ്ടോ? ഓഹോ മേശയിലോട്ടൊക്കെ എടുത്തിട്ട് വളരെ നല്ല രസമുണ്ടല്ലോ. ഇതെന്താ? ആ കൊറേ വളം ഇട്ടിട്ടുണ്ട്. അതൊക്കെ ഉണ്ട്, കൊറേ വളമുണ്ട്. എടുത്തു കൊണ്ടുവന്നാ വാവക്കുട്ടിയുടെ കക്കൂസ്. എവിടെ പോയാലും ശരി, വാവക്കുട്ടിക്ക് വലിയ കക്കൂസിന്റെ മുകളിൽ ഈ കുട്ടി കക്കൂസ് വെച്ച് കഴിഞ്ഞാൽ ഈസി ആയിട്ട് ഇരിക്കാം. അപ്പൊ പിന്നെ കഷ്ടമില്ലാതെ കാര്യം നടത്താലോ. ഇത് സൂപ്പർ അല്ലേ? ഇത് കണ്ട ആരും ഒന്നും പറയില്ലല്ലോ. ഈ കക്കൂസ് ഇവിടെ താഴെ ഇരിക്കണ ഈ കക്കൂസ് കണ്ടാലാണ് അയ്യെന്ന് പറയുക. ഇത്
അമ്മ തന്നതാണേ ചൊത്തിന് കഴുത്തിലിടാനേ നല്ല ഭംഗിയുണ്ടാവും. എന്നിട്ട് ഈ മുത്തമാല നമുക്ക് ഊരി വയ്ക്കാം. അപ്പോൾ ഫുള്ള് ഗോൾഡ് മാത്രമായിരിക്കും അവിടെ മേത്തൊക്കെ ഉണ്ടാവുള്ളൂ. ചൊത്തിൻ്റെ മാലോ ചൊത്തിൻ്റെ മാലോ ചൊത്തിൻ്റെ മാലോ രസമുണ്ടല്ലോ മിക്കി മൗസിൻ്റെ കൂടെ കിടക്കുമ്പോൾ. കണ്ണാടി കിച്ചനല്ലേ ആണ്. 6 മണി അവരായി. അച്ഛൻ എന്തായാലും നേരത്തെ തന്നെ പോയി. ഇനിയിപ്പോൾ അമ്മവും കുട്ടിയും അമ്മയും കൂടി ഇപ്പം ഇറങ്ങും കുറച്ച് കഴിയുമ്പോഴേക്ക്. ആറര മണിയായി. എല്ലാവരും പോയി. മാരേജ് ഫംഗ്ഷൻ്റെ പരിപാടിക്ക് ആ വീട്ടിലേക്ക്. നാളെയുടെ പരിപാടി നമ്മുടെ ദോശ പരിപാടിയിലേക്കും കിടക്കുകയാണ്. അപ്പോൾ കുട്ടി പോയി, അമ്മ പോയി, ഞങ്ങളുടെ ഡിന്നർ പരിപാടിയൊക്കെ കഴിഞ്ഞു, ദോശയൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ ഇതാ 1-2 ഓറഞ്ച് എടുത്തിട്ട് അമ്മ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ പരിപാടിയെല്ലാം സെറ്റ്. വീട് ഉറങ്ങിപ്പോയി. അപ്പോൾ നാളെ നമുക്ക് റിസപ്ഷൻ്റെ ബ്ലോഗിൽ വീണ്ടും കാണാം. ഇന്നത്തെ ബ്ലോഗ് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു ബ്ലോഗിൽ നമുക്ക് വീണ്ടും കാണാം. ബായ്.